മോർണിംഗ് ടു ഓൾ. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഭാഗമാണ്. അതിലൊന്നാമത്തെ പോയിൻ്റാണ് സെയിൽസ് പ്രൊമോഷൻ ഈസ് ഓൺലി എ ഷോർട്ട് ടേം ആക്ടിവിറ്റി. ഇറ്റ് ഹാസ് ഓൺലി ഷോർട്ട് ടേം എഫക്ട്സ് ലൈക്ക് എ ഫ്ലാഷ് ലൈറ്റ്. ഇറ്റ് ഫ്ലാഷസ് ആൻഡ് ഡിസപ്പിയർ എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൊമോഷൻ ഒരു ഹ്രസ്വകാല പ്രവർത്തനം, ചെറിയ കാല പ്രവർത്തനമാണ്. മാത്രമാണ് ഇതിന് ചെറിയ എഫക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ അത് മിന്നുകയും കെടുകയും ചെയ്യുന്നു, അപ്രത്യക്ഷമാവുകയും മിന്നുകയും ചെയ്യുന്നു. അതുപോലെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സെയിൽസ് പ്രൊമോഷൻ അലോൺ കനോട്ട് പ്രൊഡ്യൂസ് ഡിസൈർഡ് റിസൾട്ട്സ്. ഇറ്റ് നീഡ് ദ സപ്പോർട്ട് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൊമോഷൻ മാത്രം വിചാരിച്ചാൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല, ആഗ്രഹഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിന് പരസ്യത്തിൻ്റെയും അഡ്വർടൈസിൻ്റെയും പേഴ്സണൽ സെല്ലിങ്, വ്യക്തിഗത വിൽപ്പനയുടെയും പിന്തുണ ആവശ്യമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടു മെനി സെയിൽസ് പ്രൊമോഷൻസ് മേ അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ബ്രാൻഡ് ഇമേജ്. ഇറ്റ് മേ സിഗ്നൽ പ്രൊഡക്റ്റ് വീക്ക്നെസ് ടു കൺസ്യൂമേഴ്സ്. എന്ന് പറഞ്ഞാൽ വളരെയധികം സെയിൽസ് പ്രൊമോഷൻ ബ്രാൻഡ് ഇമേജിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇറ്റ് മേ സിഗ്നൽ പ്രൊഡക്റ്റ് വീക്ക്നെസ് ടു കൺസ്യൂമേഴ്സ്. ഇത് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്ന ബലഹീനതയെ സൂചിപ്പിക്കാം എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദ ഡിസ്കൗണ്ട്സ് ആർ നോട്ട് റിയൽ ബിക്കോസ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഹാസ് ഓൾറെഡി ബീൻ റൈസ്ഡ്. എന്ന് വെച്ചാൽ എന്താ, കിഴിവുകൾ യഥാർത്ഥമല്ല. ദ ഡിസ്കൗണ്ട്സ് ആർ നോട്ട് റിയൽ ബിക്കോസ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഹാസ് ഓൾറെഡി ബീൻ റൈസ്ഡ്. എന്ന് വെച്ചാൽ ഉൽപ്പന്നത്തിൻ്റെ വില ഇതിനകം ഉയർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്ന സംഭവം റിയൽ അല്ല. അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സെയിൽസ് പ്രൊമോഷൻസ് ടെക്നിക്സ് ആർ നോൺ റിക്വയറിങ് ഇൻ ദെയർ യൂസ്. എന്ന് പറഞ്ഞാൽ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ അവയുടെ ഉപയോഗത്തിൽ കൃത്യതയില്ലാത്തവയാണെന്നാണ് പറയുന്നത്. ആറാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് എക്സ്പെക്ട് സെയിൽസ് പ്രൊമോഷൻ ഓൾ ദ ടൈം. ഉപഭോക്താക്കൾ എല്ലാ സമയത്തും സെയിൽസ് പ്രൊമോഷൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടിരിക്കും. അത് ഉപഭോക്താക്കൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലത്തെ ലാസ്റ്റ് പോയിൻ്റാണ് wholesalers and retailers do not always deliver their promises when given incentives. വ്യാപാരികളും ചില്ലറ വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാപാരികൾ, റീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ചില്ലറ വ്യാപാരികൾ. അവർ പ്രോത്സാഹനങ്ങൾ നടക്കുമ്പോൾ എല്ലായ്പ്പോഴും അവരുടെ വാഗ്ദാനങ്ങൾ നൽകുന്നില്ല. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇതിൻ്റെ രണ്ടിനും വ്യത്യാസമാണ് ഇനി പറയാൻ പോകുന്നത്. അഡ്വർടൈസിങ് ഓഫേഴ്സ് ദ കൺസ്യൂമേഴ്സ് എ റീസൺ ടു ബൈ. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് പരസ്യം ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരൊരു ഓഫർ ചെയ്യണം എന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുകയാണ്, കൺസ്യൂമേഴ്സിന് ഒരു സഹായം ചെയ്യണം. അവർ കൺസ്യൂമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കാരണം കണ്ടെത്തി കൊടുക്കുകയാണ് അഡ്വർടൈസിങ് വഴി ചെയ്യുന്നത്. ബട്ട് സെയിൽസ് പ്രൊമോഷൻ ഓഫേഴ്സ് ആൻ ഇൻസെൻറ്റീവ് ടു ബൈ. പക്ഷേ സെയിൽസ് പ്രൊമോഷൻ, വിൽപ്പന പ്രൊമോഷൻ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. സെയിൽസ് പ്രൊമോഷൻ ഈസ് യൂഷ്വലി ചീപ്പിയർ ദാൻ അഡ്വർടൈസിങ് ആൻഡ് ഈസിയർ ടു മെഷർ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അഡ്വർടൈസിനെക്കാട്ടിയും വളരെ ചീപ്പാണ്, എന്ന് വെച്ചാൽ അധികം ചിലവില്ലാത്ത സംഭവമാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് അളക്കാൻ കഴിയുന്നതാണ്. സെയിൽസ് പ്രൊമോഷൻ സ്റ്റാർട്ട്സ് വേർ അഡ്വർടൈസ്മെൻറ്റ് എൻഡ്സ്. എന്ന് വെച്ചാൽ പരസ്യം അവസാനിക്കുന്ന എവിടെയാണോ അവിടുന്ന് മുതലേ സെയിൽസ് പ്രൊമോഷൻ തുടങ്ങുകയാണ്, അതാണ് പറയുന്നത്. The important points of difference between advertisement and sales promotion are as follows. ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് താഴെ പറയുന്ന ഒരു 7 പോയിൻറ്റ്സ് ഉണ്ട്, ഓരോന്നിനും 7 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ അതാണ് പറയാൻ പോകുന്നത്. അഡ്വർടൈസിങ്ങിൽ ഒന്നാമത്തെ പോയിന്റ് എയിംസ് അറ്റ് അട്രാക്റ്റിംഗ് ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്.
കുറേ ഉപഭോക്താക്കളെ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കാൻ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എയിംസാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷനിലെ എയിംസ് അറ്റ് അട്രാക്റ്റിംഗ് നോട്ട് ഓൺലി കൺസ്യൂമേഴ്സ് ബട്ട് ഓൾസോ മിഡിൽ മാൻ ആൻഡ് സെയിൽസ് എംപ്ലോയീസ്. ഇതെന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിനെ മാത്രമല്ല, മിഡിൽ മാൻ ഇടനിലക്കാരനെ, അതുപോലെ തന്നെ സെയിൽസ് എംപ്ലോയീസ് വിൽപ്പനക്കാരെയും സെയിൽസ് എംപ്ലോയീസ് അവരൊക്കെ ആകർഷിക്കാനായിട്ട് ലക്ഷ്യമിടുന്നു. അടുത്തത് രണ്ടാമത്തെ അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് ബ്രാൻഡ് ഇമേജ്. പരസ്യം ചെയ്യൽ വഴി ബ്രാൻഡ് ഇമേജ് രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുന്നു. സെയിൽസ് പ്രൊമോഷനിൽ അറ്റംപ്റ്റ് ടു ക്വിക്ക് സെയിൽ ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള വിൽപ്പനക്കാരെ നേടാനുള്ളതിനോ ട്രയൽ പ്രേരിപ്പിക്കാനുള്ളതിനോ ശ്രമങ്ങൾ നടത്തുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അപ്പീൽസ് ആർ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ അപ്പീലുകൾ വൈകാരികമാണ്. അഡ്വർടൈസിങ്ങിൽ അപ്പീൽസ് ആർ ഇമോഷണൽ, പക്ഷെ സെയിൽസ് പ്രൊമോഷനിൽ അപ്പീൽസ് ആർ റേഷണൽ എന്ന് പറഞ്ഞാൽ യുക്തിസഹമാണെന്നൊക്കെ പറയില്ലേ, അപ്പീലുകൾ യുക്തിസഹമാണ് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എഫക്റ്റീവ് ഇൻ ദ ലോങ് റൺ എന്ന് പറഞ്ഞാൽ ദീർഘാടിസ്ഥാനത്തിൽ ഫലപ്രദമാണ്. സെയിൽസ് പ്രൊമോഷനിൽ എഫക്റ്റീവ് ഇൻ ദ ഷോർട്ട് റൺ എന്ന് വെച്ചാൽ ചെറിയ കാലപ്രാബല്യം എന്ന് വെച്ചാൽ ചെറിയ കാലത്തിനുള്ളിൽ ഇതാവും. അടുത്ത പോയിന്റ് ഇൻഡയറക്റ്റ് അപ്രോച്ച്, പരോക്ഷ സമീപനം. അഡ്വർടൈസ്മെൻറ്റിലെ പരോക്ഷ സമീപനമാണ്. സെയിൽസ് പ്രൊമോഷനിൽ ഡയറക്റ്റ് അപ്രോച്ചാണ്. ഡയറക്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അറിയാലോ, നേരിട്ടുള്ള സമീപനമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് സെയിൽസ് പ്രൊമോഷൻ, പ്രൊമോഷൻ്റെ വിൽപ്പനയുടെ ഭാഗമാണ്. ഇൻക്ലൂഡ്സ് അഡ്വർടൈസിങ്, പരസ്യം ചെയ്യൽ ഉൾപ്പെടുന്നു. സെയിൽസ് പ്രൊമോഷനിൽ പരസ്യം ചെയ്യൽ ഉൾപ്പെടുന്നു. അഡ്വർടൈസിങ്ങിൽ വിൽപ്പനയുടെ പ്രൊമോഷൻ്റെ വിൽപ്പനയുടെ ഒരു ഭാഗമാണ്. വെച്ചാൽ സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു ഭാഗമാണ് അഡ്വർടൈസിങ്. സെയിൽസ് പ്രൊമോഷനിൽ അടങ്ങുന്നതാണ് അഡ്വർടൈസിങ്. അങ്ങനെയാണ് വരുന്നത്. ഏഴാമത്തെ പോയിന്റ് ഇറ്റ് യൂസസ് പുൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത് പുൾ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു. മറ്റേത് ഇറ്റ് ഈസ് യൂസ് പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇത് പുഷ് തന്ത്രം ഉപയോഗിക്കുന്നു. ഇതോടുകൂടിയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഭാഗം അവസാനിച്ചു. ആ ഭാഗം കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് കൈൻഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ ക്യാൻ ബി എയിംഡ് അറ്റ് കൺസ്യൂമേഴ്സ്, ഡീലേഴ്സ് ആൻഡ് കമ്പനീസ് സെയിൽസ് എംപ്ലോയീസ്. Thus there are 3 kinds of sales promotion. സെയിൽസ് പ്രൊമോഷൻ കൂടുതൽ ലക്ഷ്യം ചെയ്തിരിക്കുന്നത് കൺസ്യൂമേഴ്സിനെയും ഡീലേഴ്സിനെയും കമ്പനി സെയിൽസ് എംപ്ലോയീസിനെയും ഒക്കെ ആയിരിക്കും. 3 kinds of sales of promotion ഉണ്ട്. ഒന്നാമത്തെയാണ് കൺസ്യൂമർ പ്രൊമോഷൻ, 2 ഡീലർ പ്രൊമോഷൻ, 3 സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. Consumer promotion. These include the activities to induce the consumers to buy more. These activities are aimed at educate or inform the consumers. The consumers are also to stimulate them. കൺസ്യൂമർ പ്രൊമോഷനിൽ പറയുന്നത് കൺസ്യൂമേഴ്സിനെ പ്രൊഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. വാരിയസ് ടൈപ്സ് ഓഫ് സ്കീമുകളുണ്ട് കൺസ്യൂമർ പ്രൊമോഷന്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് സാമ്പിൾസ്. Samples are small quantities of the product which are offered to the customers to trial the product. These are generally distributed free by the marketers. മാർക്കറ്റേഴ്സ് സാമ്പിൾ സാധാരണ ഫ്രീ ആയിട്ടാണ് നൽകാറ്. ഒറിജിനൽ പ്രൊഡക്റ്റായിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി സാമ്പിളായിട്ട് കസ്റ്റമേഴ്സിന് നൽകും. ആ പ്രൊഡക്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ. അപ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിൻ്റെ റിയൽ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ അവരത് വാങ്ങും. ഇതാണ് സാമ്പിൾസ് എന്നുകൊണ്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റാണ് കൂപ്പൺസ്. കൂപ്പൺ ആർ സർട്ടിഫിക്കറ്റ്സ് ഓഫറിംഗ് എ സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് റിഡക്ഷൻ ഓൺ ദി പർച്ചേസ് ഓഫ് എ സ്പെസിഫിക് പ്രോഡക്റ്റ്. ഇൻ ദ മോസ്റ്റ് കേസസ് ദീസ് കൂപ്പൺസ് ആർ
put inside the package. This may also marked or printed in the advertisement. This consumer will receive a price reduction on the stated value of the coupon at the time of purchase. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എമൗണ്ട് ഓഫ് റിഡക്ഷൻ ഓഫർ ചെയ്തുകൊണ്ട് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് കൂപ്പൺസ് എന്ന് പറയുന്നത്. സാധാരണ പാക്കേജിൻ്റെ ഉള്ളിലൊക്കെയാണ് ഈ കൂപ്പൺസ് കാണാറ്, അല്ലെങ്കിൽ പാക്കിൻ്റെ മുകളിൽ പ്രിൻ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണാം. അപ്പോൾ പാക്കിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ക്യാഷിനുള്ള റിഡക്ഷൻ എത്രയാണെങ്കിൽ അതിലുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ. റിഡക്ഷൻ ഉണ്ടാവും, അതിനൊക്കെയാണ് ഈ കൂപ്പൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് റിബേറ്റ്സ്. റിബേറ്റ് പ്രൊവൈഡ്സ് എ പ്രൈസ് റിഡക്ഷൻ ആഫ്റ്റർ ദ പർച്ചേസ് ആൻഡ് നോട്ട് ദ റീറ്റെയിൽ ഷോപ്പ്. The consumer sends a specified proof of purchase to the manufacturer who refunds part of the purchase price by mail. കൺസ്യൂമർ പ്രൈസ് നൽകിയതിന് ശേഷം കിട്ടുന്ന റിഡക്ഷനാണ് റിബേറ്റ്സ് എന്ന് പറയുന്നത്. അത് റീറ്റെയിൽ ഷോപ്പിലല്ല ഉണ്ടാവുക. നാലാമത്തെയാണ് മണി റീഫണ്ട് ഓഫേഴ്സ്. ഇഫ് ദ ബയേഴ്സ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ്, എ പാർട്ട് ഓർ വോൾ ഓഫ് ദി ബയേഴ്സ് മണി വിൽ ബി റീഫണ്ടഡ് വിത്തിൻ സ്റ്റേറ്റഡ് പീരീഡ്. വാങ്ങിയ പ്രൊഡക്റ്റിൽ ബയർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ റീഫണ്ട് ഓഫേഴ്സ് എപ്പോഴും പ്രൊഡക്റ്റിൻ്റെ പാക്കിൻ്റെ മുകളിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം വാങ്ങിയ പ്രൊഡക്റ്റിലെ ബയേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നമുക്കത് ആ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ തിരിച്ചു നൽകാൻ കഴിയും. അതാണ് മണി റീഫണ്ട് ഓഫേഴ്സിൽ പറയുന്നത്. അടുത്ത പോയിൻ്റാണ് പ്രൈസ് പാക്സ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് സെൻസ് ഓഫ് ഡീൽസ് ഓർ പ്രൈസ് ഓഫ് ഓഫർ. In this method, the customer is offered a reduction from the printed price of product. This method stimulates sales duration of ഓഫ് സീസൺ. കസ്റ്റമർക്ക് റിഡക്ഷൻ കിട്ടുന്നത് പ്രൊഡക്ട്സിൻ്റെ മേളിലൊരു പ്രൈസ് പ്രിൻ്റ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഡിസ്കൗണ്ടിലാണ് കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കിട്ടാറ്. ഓഫ് സീസണിലാണ് സാധാരണ പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടാറ്. അതായത് ഓഫ് സീസൺ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ, ഫാൻസ് ആർ സോൾഡ് അറ്റ് എ റിഡക്ഷൻ റേറ്റ് ഇൻ റെയിനി സീസൺ. റെയിനി സീസണിൽ ഫാനിന് റേറ്റ് റിഡക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് ഒരു എക്സാമ്പിൾ. ആറാമത്തെ പോയിൻ്റാണ് പ്രീമിയം ഓഫർ. പ്രീമിയം ഓർ ഗിഫ്റ്റ്സ് ആർ ഗുഡ്സ് ഓഫർഡ് അറ്റ് എ ലോവർ പ്രൈസ് ഫോർ എ ഫ്രീ ആസ് എൻ ഇൻസെൻറ്റീവ് ടു പർച്ചേസ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ഓഫേർഡ് ഫോർ ദ കൺസ്യൂമർ ഗുഡ്സ് ലൈക്ക് സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, വാഷിംഗ് പൗഡർ എക്സെട്ര. പ്രീമിയം ഓഫറിൽ കൂടി ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് ഇൻസെൻറ്റീവ് ആയിട്ടൊരു പ്രൊഡക്റ്റ് നൽകുവാർ. ഒന്നെങ്കിൽ ഫ്രീ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ എങ്ങനെയായിരിക്കും. അതായത് ഇപ്പം സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, വാഷിംഗ് പൗഡർ അങ്ങനത്തെ ഈ രീതിയിലുള്ള പ്രൊഡക്ട്സിനായിരിക്കും ഇവർ ഇത് നൽകുക. ഇൻസെൻറ്റീവായിട്ടൊരു പ്രൊഡക്റ്റ് നമുക്ക് നൽകുന്നത്. അത് ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വളരെ കുറഞ്ഞ റേറ്റിലായിരിക്കും. അടുത്ത പോയിൻ്റാണ് ബൈ ബാക്ക് അലവൻസ്. ദിസ് ഈസ് ആൻ അലവൻസ് ഫോളോയിങ് എ പ്രീവിയസ് ട്രേഡ് ഡീൽ. ദ അലവൻസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സർട്ടൻ എമൗണ്ട് ഓഫ് മണി ഫോർ ന്യൂ പർച്ചേസസ് ബേസ്ഡ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് പ്രീവിയസ് പർച്ചേസ്. ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അലവൻസ് ആണിത്. കസ്റ്റമേഴ്സ് എത്ര പ്രീവിയസ് ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ബേസിസിലായിരിക്കും പുതിയ പർച്ചേസ് നടത്തുമ്പോൾ ഒരു നിശ്ചിത ഇതിൽ നൽകുന്ന അലവൻസ് ആണ് ബൈ അലവൻസ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് ഫ്രീ ട്രയൽസ്. ദി കൺസിസ്റ്റൻസ് ഓഫ് ഇൻവൈറ്റിംഗ് ബയേഴ്സ് ടു ട്രൈ ദ പ്രൊഡക്റ്റ് വിത്തൗട്ട് കോസ്റ്റ്, ഹോപ്പിംഗ് ദാറ്റ് ബയർ വിൽ ബൈ ദാറ്റ് പ്രൊഡക്റ്റ്. കസ്റ്റമേഴ്സിനെ പ്രൊഡക്റ്റ് ട്രയൽ ചെയ്ത് നോക്കാൻ കസ്റ്റമേഴ്സിനോട് പ്രൊഡക്റ്റ് ട്രയൽ ചെയ്ത് നോക്കാൻ പറയും. കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അവരത് ട്രയൽ ചെയ്ത് നോക്കാൻ പറയുന്നത്. അവരതിൽ സംതൃപ്തിയാണെങ്കിൽ അവരത് വാങ്ങും. അടുത്ത പോയിൻ്റാണ് പ്രൈസസ്. Prices are the offers of the chance to win cash, trips or goods as a result of purchasing something. പ്രൈസസ് നൽകിക്കൊണ്ട് ഒരു മാനുഫാക്ചറർ ഇവിടെ ഗെയിമുകളൊക്കെ കണ്ടക്ട് ചെയ്യും. അതിൽ പാർട്ടിസിപ്പേറ്റ് നടത്തി വിൻ ചെയ്യുന്നവർക്ക് ക്യാഷ്, ട്രിപ്പ് അങ്ങനത്തെ ഗിഫ്റ്റൊക്കെ കൊടുക്കും. അത് ഒരു നല്ല പരിപാടിയാണ്. അതാണ് പ്രൈസസ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് ഡെമോൺസ്ട്രേഷൻസ്. ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ന്യൂ ബ്രാൻഡ്, ഡെമോൺസ്ട്രേഷൻസ് ആർ അറേഞ്ച്ഡ് ഇൻ സ്റ്റോഴ്സ്, അറ്റ് ഫെയർസ് ആൻഡ് എക്സിബിഷൻസ് ഓർ ഈവൻ on a dot-to-dot basis. These are mainly employed for the household applicants. ന്യൂ ബ്രാൻഡ്സൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷൻസിൽ സ്റ്റോറുകളിലൊക്കെ അറേഞ്ച് ചെയ്യും. അത് ഫെയേഴ്സ്, എക്സിബിഷൻ ആ ടൈമിലൊക്കെ ആവും ചെയ്യാം.
അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഡോർ ടു ഡോർ ബേസിസിലും അത് ചെയ്യാറുണ്ട്. സാധാരണ ഇത് വീടുകളിലേക്കുള്ള ഹൗസ് ഹോൾഡ് അപ്ലിക്കൻസ് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനായിരിക്കും ഇത് ചെയ്യുക. അതിനെയാണ് ഡെമോൺസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് കൺസ്യൂമർ കോൺടെസ്റ്റസ്. വാരിയസ് കോമ്പറ്റീഷൻസ് സച്ച് ആസ് എ വാക്ക് ആൻഡ് വിൻ, സിംഗിങ് കോൺടെസ്റ്റ്, essay or quiz competition organized among the consumers. The winners are given prizes. കസ്റ്റമേഴ്സിനെ വാക്ക് ആൻഡ് വിൻ, സിംഗിങ് കോൺടെസ്റ്റ്, എസ്സേ ഓർ ക്വിസ് കോമ്പറ്റീഷൻ ഇങ്ങനെ ഓരോ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യും. അതിൽ വിന്നാവുന്നവർക്ക് പ്രൈസുകൾ നൽകും. അതാണ് കൺസ്യൂമർ കോൺടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് സ്വീപ് സ്റ്റേക്സ്. കസ്റ്റമേഴ്സ് ആർ ഗിവൺ കൂപ്പൺസ് ബെയറിംഗ് നമ്പേഴ്സ് വെൻ ദേ മേക്ക് പർച്ചേസസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരീഡ് ആൻഡ് വിന്നേഴ്സ് ആർ ഡിസൈഡഡ് ത്രൂ ഡ്രോയിങ് ബൈ ലോട്ട്സ്. ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ കൺസ്യൂമേഴ്സിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്കൊരു കൂപ്പൺ നൽകും. ആ കൂപ്പൺ ഒരു നമ്പർ ഉണ്ടാവും. പിന്നീട് എത്ര കൺസ്യൂമേഴ്സ് പർച്ചേസ് ചെയ്തോ അവർക്ക് എല്ലാവർക്കും ഓരോ കൂപ്പൺസ് ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ നമ്പർ ഉണ്ടാവും. പിന്നെ അത് നറുക്കിട്ടെടുത്ത് ആർക്കാണോ നറുക്ക് വീഴുന്നത് അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കമ്പനി നൽകും. അതാണ് സ്വീപ് സ്റ്റേക്സ് എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് എക്സിബിഷൻസ് ആൻഡ് ട്രേഡ് ഫെയർസ്. Exhibitions and trade fairs are conducted to promote sales and popularize the products. An exhibition stand or stall is a form of a showroom, but it is very distinctive form of showroom. പ്രൊഡക്ട്സ് ജനപ്രിയമാക്കുന്നതിന് നടത്തുന്ന പ്രോഗ്രാംസ് ആണ് എക്സിബിഷൻ, ട്രേഡ് ഫെയർസ് എന്നൊക്കെ. ഷോറൂമിൻ്റെ മറ്റൊരു രൂപമാണ് എക്സിബിഷൻ എന്ന് പറയുന്നത്. വാങ്ങുന്നവരും വിൽക്കുന്നവരും കണ്ടുമുട്ടുന്ന ഒരു താൽക്കാലിക സ്ഥലമാണ് മാർക്കറ്റ് പ്ലേസ്. അടുത്ത പോയിൻ്റാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. This is one of the popular sales promotion activities. വളരെ പോപ്പുലറായി ചെയ്യുന്ന ഒന്നാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. An alternative to this approach is the buy two get the third item free. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ അതിനൊരു പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ 2 പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ അതിനൊരു പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുക. അതൊക്കെയാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന പോയിന്റിൽ പറഞ്ഞത്. താങ്ക് യു.